എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, അൽഹംദുലില്ലാ ഈ മാറിയത് തന്നെ. ഇനി നിൻ്റെ മരണം വരെ എനിക്ക് ഈ രോഗമില്ല. ഞാനാ പറഞ്ഞത്, കിട്ടോ ഇനിയില്ല, ഒന്നും സംഭവിക്കൂല. എന്താ പേര്? അബ്ദുൾ റസാഖ്. ഇത് ഭാര്യയല്ലേ? എന്തായിരുന്നു ഭാര്യയുടെ ആദ്യത്തെ അസുഖം? കീമോന്റെ സൈഡ് എഫക്റ്റ് കാരണമായതാണ്. കീമോതെറാപ്പിന്റെ സൈഡ് എഫക്റ്റ് കാരണമായതാണ്. കീമോ ചെയ്തതിന് ശേഷം ഇത് വന്നല്ലോ. വന്നത് ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടറെ കാണിച്ച് അവർ വന്ന മരുന്നുകൊണ്ട് ഒരു ഭേദം ഉണ്ടായില്ല. ഞങ്ങൾ പിന്നെ പുറത്ത് സ്കിൻ ഡോക്ടറെ കാണിച്ചു, അതുകൊണ്ടും ഭേദം ഉണ്ടായില്ല. അപ്പോൾ അവർ അവസാനം എന്താ പിന്നെ പറഞ്ഞത്? അവർ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മാറും തന്നെ മാറിയിട്ടില്ല, മാറുന്നില്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ഉസ്താദിൻ്റെ വീഡിയോ കണ്ട് ഞങ്ങളിവിടെ വന്നു. അങ്ങനെ പിന്നെ ചികിത്സ തുടങ്ങിയല്ലോ. ഇപ്പോൾ എത്ര ദിവസമായി? ഇപ്പോൾ ഇത് 4ാമത്തെ പ്രാവശ്യമായി വരുന്നു. ഒരു മാസമായി. ഫസ്റ്റിലെ ആഴ്ച കൊണ്ട് തന്നെ മാറ്റം തുടങ്ങി. 2ാമത്തെ ആഴ്ച കൊണ്ട് ഏകദേശം മാറി. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ മുറി വെക്കുകയാണ്. ഇപ്പോൾ ഇതങ്ങനെയാണ്. കംപ്ലീറ്റ് പോയല്ലോ. എല്ലാവരും ഹാപ്പിയായി. അൽഹംദുലില്ലാ. ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ. അന്നത്തെ രംഗമെല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും പാളച്ചിട്ടിട്ടാണ് നടക്കുന്നത്. നല്ല വേദന കറ്റിയാകുമ്പോൾ ശരിയോ? എന്താ പേര് പറഞ്ഞോളെ? ഫാത്തിമ. ഇപ്പോഴെങ്ങനെയുണ്ട് ഫാത്തിമ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ഇപ്പോഴത്തെ ഈ രോഗം ഉണ്ടല്ലോ, ഈ ഉണ്ടായിരുന്ന രോഗം, ഇത് മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരുന്ന് വെച്ചുകൊണ്ടൊന്നുമല്ല. നിങ്ങളെ മാപ്പിളയും നിങ്ങളെ കുട്ടികളും നിങ്ങളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായതാണ്. ഇവരൊക്കെ കൃത്യമായ സമയത്ത് ആ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് അത് മാറിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, അൽഹംദുലില്ലാ ഈ മാറിയത് തന്നെ. ഇനി നിൻ്റെ മരണം വരെ എനിക്ക് ഈ രോഗമില്ല. ഞാനാ പറഞ്ഞത്, കിട്ടോ ഇനിയില്ല, ഒന്നും സംഭവിക്കൂല. അല്ല ഞാൻ പറയായില്ല. കയ്യും തലയിലും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇവിടെ ഒരു സ്ത്രീയെ കണ്ടോ? ഫാത്തിമ എന്നുള്ള പേര്. ഫാത്തിമ എന്നാണ് അവരുടെ പേര്. ഈ ഫാത്തിമയ്ക്ക് ഒരസുഖം ഉണ്ടായിരുന്നു. അതിനുള്ള ചികിത്സകൾ അവർ ചെയ്തു. അങ്ങനെ കീമോ ചെയ്തതിന് ശേഷം അവരുടെ 2 കാലിലും മാരകമായ വ്രണങ്ങളായി. അതായത് 2 കാലിൻ്റെ അടിഭാഗവും വിരലിൻ്റെ ഭാഗവും മുകൾ ഭാഗമൊക്കെ പൊട്ടിയൊലിച്ച് എപ്പോഴും രക്തം വരുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ 2 കൈകളിലും തലയിലും. അങ്ങനെ കീമോയുടെ തകരാറാണ്, പ്രശ്നമാണെന്ന് ഡോക്ടർമാർ പറയുകയും ആ കീമോ ചെയ്തതിൻ്റെ പ്രശ്നം കാരണം അത് മാറുന്നതിനായിട്ട് അവർ ഒരുപാട് ചികിത്സകൾ ചെയ്തു. ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി. അവസാനം ഡോക്ടർ പറഞ്ഞത്രേ, ഇനി വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയച്ചു. അങ്ങനെയാണ് ഒരു 4 ആഴ്ച മുമ്പ് ഇവർ ഇവിടത്തേക്ക് വരുന്നത്. ഞാൻ നോക്കുന്ന സമയത്ത് കണ്ടത് ഇവരുടെ ഈ കാലിൻ്റെ അടിഭാഗമൊക്കെ പൊട്ടി അതിൽ നിന്ന് പഴുപ്പും നീരും രക്തവും വരുന്ന അവസ്ഥ. കൈയിൻ്റെയും തലയുടെയും അവസ്ഥ അത് തന്നെ. അന്ന് ഇവരുടെ ഈ ഫാത്തിമയുടെ ഭർത്താവും മക്കളൊക്കെ പറഞ്ഞത്, ഉസ്താദേ എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അന്ന് തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഇത് മാറുകയും ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ മരുന്നൊക്കെ വെച്ചു. ഞാൻ അവരെ തിരിച്ചയച്ചു. ഒരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം കാലിൻ്റെ അടി മുഴുവനും പൊട്ടി ആകെ മോശമായ അവസ്ഥയാണല്ലോ. ഇന്നവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അതിനിടയിൽ 2-3 പ്രാവശ്യം അവർ വന്നിട്ടുണ്ട്. ഇന്നവർ വീണ്ടും വന്നിരിക്കുന്നു. ഈ കാല് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം അറിയോ, കംപ്ലീറ്റ് മുറിവും മാറിയിരിക്കുന്നു. അപ്പം ആ ഭർത്താവ് പറഞ്ഞത്, ഉസ്താദെ
ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളുണ്ടായി. പിന്നീട് വന്നപ്പം അതിനേക്കാൾ മാറ്റമുണ്ടായി. കഴിഞ്ഞ ആഴ്ച വന്നപ്പം മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങി. ഇപ്പോൾ വന്നപ്പം എല്ലാം ശരിയായി എന്നാണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഇത് ശരിയാവാനുള്ള കാരണം ഞാനല്ല എന്നാണ്. ഞാനല്ല. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവും ഇവരുടെ മകനും മകളും ആൾക്കാരൊക്കെ ഇവരെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മാറിയത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ മരുന്ന് വെച്ചാലൊന്നും ഇതൊന്നും മാറാൻ പോകുന്ന രോഗമൊന്നുമല്ല. ഇതൊന്നും മാറൂല. മാറണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടെയുള്ളവർക്ക് വേണ്ടി കൂടെയുള്ളവർ നിൽക്കുക എന്നർത്ഥം. അതായത് പഥ്യം പാലിക്കുക എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. എന്തായാലും ഫാത്തിമ അൽഹംദുലില്ലാ സന്തോഷമല്ലോ. എന്നാൽ ശരി.